പോക്കോ എന്ന് പറയുമ്പോൾ വാല്യൂ ഫോർ മണി ഫോൺസ് ഇറക്കുന്ന ഒരു ബ്രാൻഡാണ്. എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന കാശിന് ആ പ്രൈസ് റേഞ്ചിൽ കിട്ടാത്ത പ്രീമിയം ഫീച്ചേഴ്സ് ഉള്ള ഫോൺസ് ആണ് അവർ കൊണ്ടുവരുന്നത്. അങ്ങനത്തെ ഒരു ഫോണാണ് പോക്കോ 14,999 രൂപയുടെ ഓഫർ പ്രൈസിൽ ഇറക്കിയിരിക്കുന്ന ഈ പോക്കോ X6 Neo. ഇതാണ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫോണുണ്ട്, ഡോക്യുമെന്റ്സ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള TPU കേസ് കണ്ടില്ലേ. ഈ ഒരു നല്ല തിക്ക് ക്വാളിറ്റി ഉള്ള സിലിക്കോൺ TPU കേസ് ആണ് തന്നിരിക്കുന്നത്. 33 വാട്ടിന് ഫാസ്റ്റ് ചാർജർ ആൻഡ് ടൈപ്പ് സി ചാർജിംഗ് കേബിൾ. ഈ പോക്കോ X6 Neo 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. മാർഷ്യൻ ഓറഞ്ച്, ഹൊറൈസൺ ബ്ലൂ ആൻഡ് ആസ്ട്രൽ ബ്ലാക്ക്. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഈ ഡിസൈൻ കണ്ടോ, പോക്കോയുടെ ട്രേഡ് മാർക്ക് ഡിസൈനിലാണ് വരുന്നത്. അതായത് ആ ഒരു വലിയ ക്യാമറ മോഡ്യൂൾ ഈ ഫോണിൽ തന്നിട്ടുണ്ട്. സോ ഈ ഫോണിന്റെ ഫ്രെയിം ആണെങ്കിലും ബാക്ക് ആണെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ ബിൽഡാണ് വരുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഫ്രെയിം ഫ്ലാറ്റ് ഫ്രെയിം ആണ്. സോ ഈ ഫോണിന് ഒരു ബോക്സി ഫീൽ കിട്ടുന്നുണ്ട്. എന്നാൽ നല്ല സ്ലിം ആൻഡ് സൂപ്പർ ലൈറ്റ് വെയിറ്റ് ഫോണാണ്. 178 ഗ്രാം ആണ് വെയിറ്റ്. 7.69 mm ആണ് തിക്നെസ്. പോക്കോ പറയുന്നതനുസരിച്ച് പോക്കോ ഇന്നേ വരെ ഇറക്കിയിട്ടുള്ള എല്ലാ ഫോൺസ് എടുത്ത് നോക്കുമ്പോൾ ദിസ് ഇസ് ദ സ്ലിമ്മസ്റ്റ് പോക്കോ ഫോൺ എവർ. അതിനോടൊപ്പം തന്നെ ഇതിന്റെ എഡ്ജ് കണ്ടോ, ചെറിയൊരു കർവ് കൊടുത്തിരിക്കുന്നുണ്ട്. കയ്യിൽ ഹോൾഡ് ചെയ്യാൻ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. സോ ഓവറോൾ നല്ലൊരു പ്രീമിയം ലുക്ക് ആൻഡ് ഫീലിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. പ്രീമിയംനെസ്സിനെ കുറിച്ച് പരാമർശിച്ച സ്ഥിതിക്ക് അടിപൊളി ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നോ ഡൗട്ട് പോക്കോ അവരുടെ മിക്ക എല്ലാ ഫോൺസിലും നല്ല ക്വാളിറ്റി ഉള്ള ആമോലെഡ് ഡിസ്പ്ലേസ് തരാറുണ്ട്. ഇവിടെയും നല്ല ബ്യൂട്ടിഫുൾ ആമോലെഡ് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഫോൺ വരുന്ന പ്രൈസ് ഉണ്ടല്ലോ, ആ പ്രൈസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേസ് ആയിരിക്കും. പ്രത്യേകിച്ചും ആ ചുറ്റുമുള്ള ബെസൽസ് കണ്ടോ, ടോപ്പ് ബോട്ടം ലെഫ്റ്റ് റൈറ്റ് നല്ല സൂപ്പർ സ്ലിം യൂണിഫോം ബെസൽസ് ആണ് തന്നിരിക്കുന്നത്. വെരി നൈസ്, കാണാൻ നല്ല രസമുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ഒക്കെ നൈസ് ആണ്. ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും വിസിബിലിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. അതിനോടൊപ്പം തന്നെ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് സ്ക്രാച്ചും ഡാമേജും ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സ്റ്റിൽ എന്റെ സജഷൻ ആയിരിക്കും നല്ല ക്വാളിറ്റി ഉള്ള ടെമ്പേർഡ് ഗ്ലാസ് യൂസ് ചെയ്യുക. പിന്നെ ലോ ബ്രൈറ്റ്നസിൽ ഫ്ലിക്കറിംഗ് ഒഴിവാക്കാൻ വേണ്ടി 1920 ഹെർട്സിന്റെ PWM ഡിമ്മിങ്ങിന്റെ ഫീച്ചർ ഇവിടെ വരുന്നുണ്ട്. സോ ഈ ഒരു ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. സോ നിങ്ങൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്, അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോംസിൽ ഒരുപാട് മൂവീസ് ഒക്കെ കാണാറുണ്ടെങ്കിൽ നല്ലൊരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഫോണിൽ കിട്ടും തീർച്ചയായിട്ടും. എന്നാൽ ഈ ഫോണിൽ സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ രണ്ടും വരാറുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, മോണോ സ്പീക്കേഴ്സും വരാറുണ്ട്. നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ കിട്ടൂല. ഓക്കെ, 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 33 വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാറ്ററി ലൈഫ് ഒക്കെ നൈസ് ആണ്. അതായത് ബാറ്ററി ഈസിൽ ഒരു ദിവസം നിൽക്കുന്നുണ്ട്, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഇതിന്റെ കൂടെ വരുന്ന ചാർജർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഏകദേശം 1.25 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 6080 ചിപ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. ഈ ഫോൺ വരുന്ന ഒരു പ്രൈസ് ഉണ്ടല്ലോ, ഞാൻ പ്രൈസ് ഓൾറെഡി പറഞ്ഞല്ലോ, ആ പ്രൈസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ല ചിപ്സെറ്റ് ആണ്. അതിഭയാനകമായ ഗെയിമിംഗ് ഒന്നും പ്രതീക്ഷിക്കരുത്, പക്ഷേ ഈ പ്രൈസിൽ അങ്ങനെ വരാറുമില്ല. സോ നിങ്ങൾക്ക് 60 FPS ഗെയിം പ്ലേ വേണമെങ്കിൽ ഇവിടെ കിട്ടൂല, പക്ഷെ നല്ല സ്റ്റേബിൾ 40 FPS ഗെയിം പ്ലേ ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. BGMI ആണെങ്കിലും COD ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഗെയിം പ്ലേ തന്നെയാണ് കിട്ടുന്നത്. ഗെയിമിംഗ് പെർഫോമൻസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. 4.4 ലാക്കിന്റെ ആണ് AnTuTu സ്കോർ. 90% മേലുള്ള സ്റ്റെബിലിറ്റി, ത്രോട്ട്ലിംഗ് സ്റ്റെബിലിറ്റി ഈ ഒരു ഫോൺ കാണിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾസോ വെരി നൈസ്. സോ നോർമൽ ഡേ ടു ഡേ യൂസ് ഉണ്ടല്ലോ, അതായത് വാട്സാപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, പിന്നെ ഫോൺ കോളിംഗ്, OTT പ്ലാറ്റ്ഫോംസിൽ സിനിമ കാണുന്നത്, ഈ പറഞ്ഞ പരിപാടിയൊക്കെ നല്ലോണം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഒരു ഇഷ്യൂ ഇല്ല. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചെറിയ രീതിയിലുള്ള കാഷ്വൽ ഗെയിമൊക്കെ നിങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഈ ചിപ്സെറ്റ് നല്ലോണം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് ജിറ്റർ അല്ലെങ്കിൽ ലാഗ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. സോ നല്ലോണം പോക്കോ ഈ ഒരു ചിപ്സെറ്റിനെ ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഫോണിൽ ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 ആണ് വരുന്നത്. തീർച്ചയായിട്ടും അതൊരു പോരായ്മയായിട്ട് തോന്നി, കാരണം മിക്ക എല്ലാ ഫോൺസിലും ഇപ്പം Android 14 ആണ് വരുന്നത്. എന്നാൽ ഇവിടെ Android 13 ആണ് കൊടുത്തിരിക്കുന്നത്. പോക്കോ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ 4 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കിട്ടും. 108 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ അൾട്രാവൈഡ് വരുന്നില്ല. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ല ക്യാമറ പെർഫോമൻസ് ആണ്. സ്കിൻ ടോൺ ഒക്കെ നല്ലോണം മാനേജ് ചെയ്യുന്നുണ്ട്. ഞാൻ ഫോട്ടോ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. പിന്നെ ഒരു പോക്കോ ഫോൺ ആയതുകൊണ്ട് നല്ല കോൺട്രാസ്റ്റി ഫോട്ടോസ് ആണ് കിട്ടുന്നത്. പിന്നെ കളേഴ്സും അത്യാവശ്യം ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ക്യാമറ പെർഫോമൻസ് നല്ലതാണ്. ഓക്കെ, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നല്ലോണം തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും ബാക്ക് ക്യാമറ ആണെങ്കിലും രണ്ടിലും സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പ്രൈസ് റേഞ്ചിലും പോക്കോ അത്യാവശ്യം ഡീസന്റ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈസിലും പോക്കോ ഈ ഫോണിൽ ഈ സ്റ്റെബിലൈസേഷൻ തന്നിട്ടുണ്ട്. കണ്ടില്ലേ, വലിയ കുലുക്കമൊന്നുമില്ല, ഞാൻ നടന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, അത്യാവശ്യം നല്ല സ്റ്റേബിൾ വീഡിയോസ് ആണ് കിട്ടുന്നത്.
That's very nice. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. നല്ലോണം വർക്ക് ആവുന്നുണ്ട്, ഇഷ്യൂ ഒന്നുമില്ല. IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അതിന് വേണ്ടിയുള്ള റിമോട്ട് ആപ്ലിക്കേഷനും പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. 5G സ്പീഡ് ആണെങ്കിലും നെറ്റ്വർക്ക് കണക്ടിവിറ്റി ആണെങ്കിലും കോൾ റിസപ്ഷൻ അതൊക്കെ പക്കയായിരുന്നു. അവിടെ വലിയ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. സോ 1000 രൂപയുടെ ICICI ബാങ്ക് ഓഫർ ചേർത്തിട്ടുള്ള പ്രൈസ് ആണ് ഞാൻ പറഞ്ഞല്ലോ. 8GB 128GB പ്രൈസ് ആണ് 14,999 രൂപ. 12GB 256GB വേരിയന്റ് വരുന്നുണ്ട്. അതിന്റെ പ്രൈസ് ആണ് 16,999 രൂപയ്ക്ക്. മാർച്ച് 18 12 മണിക്കാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫ്ലിപ്കാർട്ടിലായിരിക്കും സെയിൽ. എന്നാൽ ഇന്ന് വൈകിട്ട്, അതായത് 13-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ഒരു ഏർലി ആക്സസ് സെയിൽ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ലിമിറ്റഡ് സ്റ്റോക്സ് ആയിരിക്കും വരുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഈ ഫോണിൽ താല്പര്യമുണ്ടെങ്കിൽ. ബാക്കി പോക്കോ X6 നിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.